ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് ദുഃഖത്തിലും പ്രയാസത്തിലും ഭാരത്തിലും വേദനയിലും ആണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, യേശു ഈ ഭൂമിയിൽ ജനിച്ചത്, ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് നിങ്ങൾ ദുഃഖിക്കുവാൻ വേണ്ടിയല്ല, നിങ്ങൾ തകരുവാൻ വേണ്ടിയല്ല, നിങ്ങൾ പരാജിതരാകാൻ വേണ്ടിയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാണ്, ആ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് നിങ്ങളെ ഭരിക്കുന്ന എല്ലാ ഭയത്തിൻ്റെ ദുരാത്മാക്കളും നിങ്ങളെ വിട്ടുമാറണം. കാരണം യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്, ഞാനും നിങ്ങളും ജഡവും രക്തവുമുള്ള മനുഷ്യരായതുകൊണ്ട്, അവനും നമ്മെ പോലെ, ആ വേർഡ് ഭയങ്കര ശക്തമാണ്, അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തൻ്റെ മരണത്താൽ മരണാധികാരിയായ പിശാചിനെ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കിടന്ന അടിമകളായി കിടന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ പകുതി ദൈവവും പകുതി മനുഷ്യനുമായിരുന്നില്ല. ഒരു ഭാഗത്ത് അവൻ സമ്പൂർണനായ ദൈവമായിരുന്നു, മറുഭാഗത്ത് അവൻ മനുഷ്യപുത്രനായിരുന്നു, മനുഷ്യനായിരുന്നു. മനുഷ്യപുത്രനായിരുന്നത് കൊണ്ടാണ് മനുഷ്യരെ പോലെ അവന് വിശന്നത്, നമ്മെപ്പോലെ അവന് ദാഹിച്ചത്, നമ്മെപ്പോലെ അവൻ കരഞ്ഞത്, നമ്മെപ്പോലെ അവന് ദേഷ്യമുണ്ടായത്, നമ്മെപ്പോലെ നമ്മുടെ കർത്താവ് നിലവിളിച്ചത്. എന്നാൽ മറുഭാഗത്ത് അവൻ ദൈവം ആയിരുന്നത് കൊണ്ടാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത്, കൂനയായ സ്ത്രീയെ നിവർത്തിയത്, തിമായുടെ മകനായ ബർത്തിമായുടെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്തത്, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയത്, കടലിൻ്റെ മുകളിലൂടെ നടന്നത്, മരിച്ചവരെ അവൻ ഉയർപ്പിച്ചത്, ഊമരെ അവൻ സംസാരിപ്പിച്ചത്, ഭൂതങ്ങളെ അവൻ പുറത്താക്കിയത്, മരണത്തെ അവൻ ജയിച്ചത്, ഉയർത്തെഴുന്നേറ്റത്, സ്വർഗാരോഹണം ചെയ്തത്, ഇതെല്ലാം അവൻ ദൈവമായിരുന്നത് കൊണ്ടാണ്. ഒരു ഭാഗത്ത് അവൻ പൂർണ്ണനായ ദൈവവും മറുഭാഗത്ത് അവൻ പൂർണ്ണനായ മനുഷ്യനുമായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട്. എന്നാൽ ഇനി കർത്താവ് മടങ്ങി വരുന്നത് രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ,